നമസ്കാരം. എന്ത് നടത്തിയാലും വിവാദമാകുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നൊരു ഗതികേട് മാത്രം പറയട്ടെ. ഇപ്പോൾ ഈ മഹിളാ മോർച്ച നടത്തിയ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുവാനായി ജനൻ ടിവിയുടെ റിപ്പോർട്ടറായ രശ്മി കാർത്തികയും ക്യാമറാമാനായിട്ടുള്ള നിതിൻ എബിയും മാത്രമല്ല ജന്മഭൂമിയുടെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള അനിൽ ഗോപി ഇവരൊക്കെ എത്തിയിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ ഇപ്പോൾ മ്യൂസിയം പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്? ഈ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് അവിടെ ഹാജരാകണമെന്നൊക്കെയാണ്, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാജരാകണമെന്നൊക്കെയാണ് ഇവരോടുള്ള നിർദ്ദേശമെന്ന് പറയപ്പെടുന്നത്. ഗൂഢാലോചന, അതിക്രമിച്ചു കയറൽ, സംഘം ചേരൽ, കലാപശ്രമം, കൂടാതെ പോലീസ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള ഈ കേരള പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കേരള പത്രപ്രവർത്തക യൂണിയനൊക്കെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ എന്താണ് ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. DGPയുടെ വീട്ടുവരാന്തയിൽ കയറിയിരുന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ചത് തടയാൻ കഴിയാത്തതിൻ്റെ ഒരു നാണക്കേട് ഈ പോലീസിനുണ്ടല്ലോ. ആ പോലീസ് അത് മറക്കാൻ വേണ്ടിയിട്ടാണ് കേസെടുക്കുന്നത് എന്നാണ് KUWJ അടക്കം വ്യക്തമാക്കുന്നത്. കേസ് പിൻവലിക്കുക, തെറ്റുതിരുത്താൻ കേരള പോലീസ് തയ്യാറാകുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. മാത്രമല്ല കോടതി തന്നെ റദ്ദാക്കിയിട്ടും സമാന വീഴ്ചകൾ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുകൂടി പറയട്ടെ. അല്ലാതെ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൃത്യമായിട്ടുള്ള കടന്നുകയറ്റമാണ്. അതിനെതിരെ നഗ്നമായിട്ടുള്ള അധികാര ദുർവിനിയോഗമാണ്. ഇതങ്ങനെ പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഈ കേരളത്തിൽ പത്രപ്രവർത്തകർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം, ഇവിടെ മാധ്യമങ്ങളെ കൊല്ലുന്നേ, മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നടക്കുന്ന പോരാട്ടങ്ങളിൽ ഇവിടുത്തെ പല CPMൻ്റെ നേതാക്കന്മാരും സാംസ്കാരിക നായകരുമൊക്കെ വാതുറന്ന് പോരാടാറുണ്ട്, വിളിക്കാറുണ്ട്. ആ വിലാപങ്ങൾ കേൾക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് വാതോരാതെ പരിതപിക്കാറുണ്ട്. ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞ് വിലപിക്കുന്ന CPM സഖാക്കളുണ്ടല്ലോ, അന്തംകമ്മികൾ. ആ അന്തംകമ്മികൾക്ക് പക്ഷേ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ജനൻ TVയുടെ റിപ്പോർട്ടറിനും ക്യാമറാമാനുമെതിരെ നടത്തിയ ഈ പോലീസിൻ്റെ ഒരു തേർവാഴ്ചയുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഡൽഹിയിലെ സിദ്ദിഖാപ്പനെക്കുറിച്ച് കൂടി മനസ്സിലാക്കുക. ഹസ്രത്തിലേക്ക് പണവുമായി പോയ സിദ്ദിഖാപ്പന് വേണ്ടിയിട്ട് ഇവിടെ പോരാടാൻ KUWJ അടക്കം വട്ടിപ്പിരിവ് നടത്തി, ബക്കറ്റ് പിരിവ് നടത്തി. എന്ത് നേട്ടമുണ്ടാക്കി സിദ്ദിഖാപ്പന് വേണ്ടിയിട്ട്? സിദ്ദിഖാപ്പനെ സഹായിക്കുവാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ പടയുണ്ടായി, അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തകരെ സഹായിക്കുവാനുള്ള CPMൻ്റെ പോരാളികളുണ്ടായി, സൈബർ ഗുണ്ടകളുണ്ടായി. ഇവിടെ സാധാരണക്കാരൻ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ DGPയുടെ ഓഫീസിലേക്ക് ഒരു മഹിളാ മോർച്ചക്കാരുടെ ഒരു മാർച്ച് നടക്കുന്നു. ആ മാർച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ ഒരു നവകേരള സദസ്സ് നടക്കുമ്പോൾ ആ നവകേരള സദസ്സിലേക്ക് പ്രതിഷേധം നടക്കുന്നുണ്ട്. 3-4 പേരടങ്ങുന്ന പാവപ്പെട്ട ഈ യൂത്ത് കോൺഗ്രസ്സുകാരന്മാരോ KSUക്കാരോ മാത്രമായിരിക്കും അവരൊരു പ്രതിഷേധവുമായി അവിടെ എത്തുന്നത്. അതിലൊരു KSUക്കാരൻ പയ്യൻ ഒരു ഷൂ എടുത്തെറിയുന്നു, എങ്ങും കൊണ്ടില്ല, തറയിലെവിടെ ചെന്ന് വീണാണ്. അയ്യോ, മിസൈൽ എറിയുകയാണ്, തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് പേരെടുത്ത് വിളിച്ചു പറയുന്ന പിണറായി വിജയനെ പോലെ ഇത്രയും പേടിത്തൊണ്ടനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയുള്ള നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയേണ്ടത്. ഡൽഹിയിൽ പോരാട്ടം നടത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമവേട്ട എന്ന് പറയാം. ഇവിടെ സംസ്ഥാനത്ത് അതേ പേര് വിളിച്ച് മാധ്യമപ്രവർത്തകരെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അതിനെതിരെ പോരാടാൻ ഇവിടുത്തെ CPMകാരിലെ അന്തംകമ്മികളോ സൈബർ പോരാളികളോ ഒരുത്തനുമില്ലാതാകുന്നുണ്ടോ? ഇവൻ്റെയൊക്കെ നട്ടല് പണയം വയ്ക്കുകയാണോ ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ വാതോരാതെ ഇങ്ങനെ സഖാക്കന്മാർക്ക് എന്തും വിളിച്ചു പറയാം. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സമരവും ഒരു പ്രതിഷേധവുമായിട്ട് 4 പേരിറങ്ങിയാൽ അവരെ കാണാൻ പോലും കൂട്ടാക്കാത്ത മുഖ്യമന്ത്രിയും അവരെ കണ്ടാൽ പേടിച്ചോടുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമുള്ളൊരു നാട്. മാധ്യമപ്രവർത്തകർ അതൊന്ന് റിപ്പോർട്ട് ചെയ്താൽ അവർക്കെതിരെ കേസെടുക്കുന്ന നാട്. ഈ നവകേരള സദസ്സിൽ ഷൂ എറിഞ്ഞതുമായി ബന്ധപ്പെട്ടു വന്ന വാർത്തകൾ അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അങ്ങനെയും 24 എന്ന് പറയപ്പെടുന്ന ചാനലിലെ ഒരു റിപ്പോർട്ടർക്കെതിരെയും കേസെടുത്തു. ഇവിടെ ഇതായിപ്പോൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ജനത്തിൻ്റെ മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടർക്കും ഒപ്പം തന്നെ ക്യാമറമാനും ജന്മഭൂമിയുടെ ഫോട്ടോഗ്രാഫർക്കെതിരെയും ഇപ്പോൾ ആ കേസെടുത്തിരിക്കുന്നു. ഇങ്ങനെ കേസെടുക്കാൻ വേണ്ടി മാത്രം ഇവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇവർ നടത്തിയ എന്ത് ഗൂഢാലോചനയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ അങ്ങനെയാണ്. ഗൂഢാലോചന, വധശ്രമം, ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തി ഇവർ
കുറ്റകൃത്യങ്ങൾ എഴുതി ചേർത്ത് പുതിയ കേസുകൾ ഉണ്ടാക്കുന്നു ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്. ഡൽഹിയിൽ നടത്തുന്ന പോരാട്ടങ്ങളെല്ലാം ജനാധിപത്യപരം. അത് അവിടെ മാധ്യമങ്ങളെ വേട്ടയാടുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ ഇവിടുത്തെ സഖാക്കന്മാർക്കും സഖാത്തികൾക്കും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇവിടെ മാധ്യമങ്ങളെ മുട്ടിനിട്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള കേസുകൾ അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു തെറ്റും ചെയ്യാത്തവരെ ഇങ്ങനെ ഈ പോലീസ് സംവിധാനം ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ചു വരുത്തുന്ന ഈ രീതിയുണ്ടല്ലോ, ഇതിനെയാണ് മാധ്യമവേട്ട എന്ന് പറയപ്പെടുന്നത്. ഈ മാധ്യമവേട്ടയ്ക്കെതിരെയാണ് സഖാക്കന്മാരെ നിങ്ങൾ പോരാടേണ്ടത്. നിങ്ങൾ തന്നെ ഭരിക്കുന്ന നാട്ടിൽ, നിങ്ങളുടെ തന്നെ അധികാരമുള്ള നാട്ടിൽ നിങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇതാ മാധ്യമവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വാക്ക് നിങ്ങൾക്ക് എതിരെ പറയാൻ കഴിയില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. നിങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. നിങ്ങളുടെ CPM-ന്റെ നേതാക്കൾക്കെതിരെയും നിങ്ങളുടെ DYFIയുടെ ഗുണ്ടകൾക്കെതിരെയും ഒരു വാക്ക് പറയാൻ കഴിയാത്ത വണ്ണം തകർന്ന് തരിപ്പണമാകുന്നു ഇവിടുത്തെ മാധ്യമ സംസ്കാരത്തെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കുന്നു. മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണോ നിങ്ങളുടെ നീതി സംരക്ഷണം? ഇതാണോ നിങ്ങളുടെ മാധ്യമ സംരക്ഷണം? വാതോരാതെ നിങ്ങൾ ഈ പറയുന്ന മാധ്യമ സംരക്ഷണം എന്ന് പറയപ്പെടുന്നത് ഈ കേരളത്തിൽ മാത്രമല്ല ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഈ മാധ്യമ സംരക്ഷണം ഉണ്ടാക്കേണ്ടത് അങ്ങ് ഡൽഹിയിൽ മാത്രം നിങ്ങളുടെ വാ തുറന്നാൽ മാത്രം പോരാ, അതിവിടെയും ഉണ്ടാകണം. നീതി നടപ്പാക്കേണ്ടത് ഇവിടെ കൂടിയാണ്. നീതി ലഭിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കാണ്. അനാവശ്യമായ നിങ്ങളുടെ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്നത് അത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ വായടപ്പിക്കില്ല എന്ന് പറയട്ടെ. ഒരാളെ നിങ്ങൾ തളയ്ക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് ആയിരങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അന്തംകമ്മികളും സഖാക്കന്മാരും വാ തുറക്കുന്നത് ഡൽഹിയിലെയും കേന്ദ്രത്തിനെയും വേണ്ടി പഴി പറയാൻ വേണ്ടി മാത്രമാകരുത്. ഇവിടുത്തെ സഖാക്കന്മാർ ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും മാധ്യമങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ ഈ പോരാട്ടം നിങ്ങൾ അവസാനിപ്പിക്കുക. അവർക്ക് വേണ്ടി നീതി നിഷേധിക്കുന്നത് നിർത്തലാക്കുക. നീതി ലഭിക്കുന്ന തരത്തിലേക്ക് പോരാടാനുള്ള കരുത്ത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്.